പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ MLA റോഡ് ഏറ്റവും മനോഹരമായ റോഡായി മാറിയിരിക്കുന്നു. ഒരു ജനപ്രതിനിധിയുടെ ഇടപെടൽ കാരണം ഈ തൂതാ വെട്ടത്തൂർ റോഡ് ഇപ്പോൾ ഏറ്റവും ഗതാഗത സൗകര്യമുള്ള പാതയായി മാറിയെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഒരു കോഴിമുട്ട ഉരുട്ടി വിട്ടാൽ പൊട്ടാ തൂതകൾക്ക് എത്തും. സുന്ദരമായ റോഡായി. ഇപ്പോൾ വാഹനങ്ങൾ കൂടിയെന്നല്ലാതെ റോഡ് ഇപ്പോൾ ക്ലിയറായി. ഇത്രയും ഭംഗിയിൽ ഇത് കഴിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മളെ നജീബ് കാന്തപുരം MLA-നോടാണ്. ഇത്ര നല്ലൊരു MLA പെരിന്തൽമണ്ണക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. തൂതയിൽ തുടങ്ങി കരിങ്കല്ലത്താണിയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയെ ബന്ധിപ്പിച്ച് വെട്ടത്തൂർ വരെ നീളുന്ന 17 കിലോമീറ്റർ റോഡ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ MLA റോഡാണ്. നാലകത്ത് സൂപ്പി MLA ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നതാണ് ഈ റോഡ്. യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന ഈ റോഡ് ഇപ്പോൾ BM&BC നിലവാരത്തിൽ പുത്തൻ റോഡായി മാറിയിരിക്കുന്നു. MLA-യുടെ നിരന്തരം ഇടപെടലിന്റെ ഭാഗമായി CRD ഫണ്ടിൽ 16 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. തൂതവട്ടത്തൂർ റോഡ് വളരെ ശോചനാവസ്ഥയിൽ കിടക്കുന്ന റോഡായിരുന്നു. MLA വന്നതിന് ശേഷമാണ് ഈ റോഡ് ഉഷാറാക്കിയത്. ഈ റോഡിലൂടെ ആദ്യം യാത്ര ചെയ്യുകയാണെങ്കിൽ ബൈക്ക് യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു തൈലക്കുപ്പി നമ്മളെ കയ്യിൽ വെക്കേണ്ട അവസ്ഥയായിരുന്നു. അത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ റോഡ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു കോഴിമുട്ട ഉരുട്ടി വിട്ടാൽ അത് പൊട്ടാ തൂതകൾക്ക് എത്തും. നജീബ് സാഹിബിൻ്റെ മുഖം പോലെ വളരെ സുന്ദരമായ റോഡാണ് ഈ റോഡ്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവാണ്. ഇത് മാത്രമല്ല, ആലിപ്പറമ്പ് കാമ്പ്രം മണ്ണാത്തിക്കടവ് റോഡ് റബ്ബറൈസാക്കി ഒരു തൊഴുത്തിട്ടൽ പോലെ കടന്നു നമ്മളെ വട്ടപ്പറമ്പ് റോഡ് അത് അടിപൊളിയായി റബ്ബറൈസായി. അതേപോലെ ഒടമല റോഡ് റബ്ബറൈസായി. നമ്മളെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഒരു 90% റോഡും ഇപ്പോൾ റബ്ബറൈസാണ്. വളരെ അടിപൊളി MLA ആണ് നജീബ് കാന്തപുരം. ഇതിൻ്റെ പരിശ്രമം നജീബ് കാന്തപുരം MLA ആണ് ഇതിന് പരിശ്രമിച്ചത്. കാരണം ഈ 5 കൊല്ലം കൊണ്ട് മൂപ്പര് കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടിയത്. വളരെ മോശമായിരുന്നു ഈ റോഡ്. ഇത് സൂപ്പിയാക്ക ആയിരുന്ന സമയത്ത് കൊടുന്ന റോഡാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫണ്ടിൻ്റെ ഏറ്റവും കാരണക്കാരൻ ഞങ്ങളുടെ MLA തന്നെയാണ്, നജീബ് കാന്തപുരം തന്നെയാണ്. മൂപ്പരെ പരിശ്രമം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടിയത്. കാരണം ഒരു MLA-ക്ക് കിട്ടേണ്ട, ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ഒരു MLA-ക്ക് കിട്ടേണ്ടതിൽ അത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പരിശ്രമിച്ചിരിക്കുന്നത് മൂപ്പരാണ്. ഞങ്ങൾ ഇത് നോക്കിയിട്ട് അത് മൂപ്പര് രാഷ്ട്രീയം നോക്കിയിട്ടല്ല മൂപ്പര് ചെയ്യുന്ന വികസനങ്ങൾ. നിലവിലെ MLA ആയിരുന്ന നജീബ് കാന്തപുരം ഇടപെട്ട് ഇത്രയും മനോഹരമായിട്ട് യാത്രാ സൗകര്യമാക്കിയിട്ടുണ്ട്. അത് തൂത മുതൽ കരിങ്കല്ലത്താണി പാസ് ചെയ്ത് വെട്ടത്തൂർ വരെ ഏകദേശം 17 കിലോമീറ്ററാണ്. വളരെ മനോഹരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിന് MLA-യോടാണ് ശരിക്കും നന്ദി പറയേണ്ടത്. അതേപോലെ ഇത്ര നല്ലൊരു MLA പെരിന്തൽമണ്ണക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. ആൾ വളരെ സിമ്പിളാണ്. എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ടാണ് ഇടപെടുന്നത്. റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ MLA റോഡായിട്ട് 17 കിലോമീറ്ററോളം ദൂരമുള്ള റോഡാണ്. പക്ഷെ ഇത്രയും ഭംഗിയിൽ ഇത് കഴിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മളെ നജീബ് കാന്തപുരം MLA-നോടാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ നല്ലൊരു MLA ആയിട്ട് പ്രാവശ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മൂപ്പര് എല്ലാ കേടുപാടുകളും റോഡിൻ്റെ എന്തെങ്കിലും അവർക്കെങ്കിലും എല്ലാ ഗ്രാമത്തിൽ കൂടിയും പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന് ഈ റോഡ് സ്ഥിതി ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പോയിട്ട് അയാൾ അന്വേഷിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മറ്റേ ഈ റോഡിൻ്റെ സൈഡിലുള്ള കുണ്ടും കുഴിയൊക്കെ ഉള്ളിടത്ത് വല്ല ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ മൂപ്പര് അന്വേഷിക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മളെ നജീബ് കാന്തപുരം MLA-നോടാണ് നന്ദി പറയാനുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡ് ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന്റെ നേർസാക്ഷ്യമാണ്. നവീകരിച്ച റോഡ് കഴിഞ്ഞ മാസം ഓൺലൈനിലൂടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.